സോഷ്യൽ മീഡിയ ഉപയോക്താക്കൾക്ക് ഏറെ സുപരിചിതയാണ് ചൈതന്യ പ്രകാശ്. നടിയും നർത്തകിയുമായ താരം ഇൻസ്റ്റഗ്രാം റീലുകളിലൂടെയാണ് ശ്രദ്ധ നേടിയത്. ഇപ്പോഴിതാ തനിക്കുണ്ടായ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചും അത് പിന്നീട് അണുബാധയിലേക്കും ശസ്ത്രക്രിയയിലേക്കും എത്തിയതിനെക്കുറിച്ചും ചൈതന്യ പറഞ്ഞ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. ഈ വർഷം ആദ്യം തന്നെ ഒരു ശസ്ത്രക്രിയ ഉണ്ടായിരുന്നുവെന്ന് ചൈതന്യ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. പ്രീ ഓറിക്കുലർ സൈനസ് ആയിരുന്നുവെന്നും സർജറി അല്ലാതെ മറ്റ് മാർഗമൊന്നും ഇല്ലായിരുന്നുവെന്നും ചൈതന്യ പറഞ്ഞിരുന്നു. ഇപ്പോഴത്തെ സൈനസിൻ്റെ ഈ പ്രശ്നം എങ്ങനെ വന്നുവെന്ന് പറയുകയാണ് ചൈതന്യ. ഇത് ഭയങ്കര വലിയൊരു അസുഖമല്ല. ആദ്യം തന്നെ ഡോക്ടർ പറഞ്ഞതുപോലെ ചെയ്തിരുന്നെങ്കിൽ തനിക്ക് ഇത്രയും പ്രശ്നം ഉണ്ടാകില്ലായിരുന്നു. ചെവിയുടെ മുകളിലായി ഒരു കുഞ്ഞു മറുക് ജനിച്ചത് മുതൽ ഉണ്ടായിരുന്നു. ആദ്യം അത് ഇൻഫെക്റ്റഡ് ആയപ്പോൾ മുഖക്കുരു ആണെന്നാണ് കരുതിയത്. വേദന കൂടിയപ്പോഴാണ് താൻ ആശുപത്രിയിൽ പോകുന്നതെന്നാണ് താരം പറയുന്നത്. ആൻറ്റിബയോട്ടിക്കുകൾ തനിക്ക് ശരിയായില്ലെന്നും പിന്നീട് മെഡിക്കേഷൻ ചെയ്ത് എല്ലാം ശരിയാക്കി. എന്നാൽ അത് വീണ്ടും വരാൻ സാധ്യതയുണ്ടെന്നും സർജറി ആവശ്യമാണെന്നും ഡോക്ടർ പറഞ്ഞിരുന്നു. എന്നാൽ താൻ അത്ര ഗൗരവമായി കണ്ടില്ല. എന്നാൽ കഴിഞ്ഞ വർഷം വീണ്ടും വന്നു. 4 തവണ ഇൻഫെക്ഷൻ വന്നു. ഈ അണുബാധ പൂർണ്ണമായി മാറാതെ സർജറിയും ചെയ്യാൻ പറ്റില്ല. അത്രയും വേദന സഹിച്ചു. ആൻറ്റിബയോട്ടിക്കുകൾ കഴിച്ചതിന് കൈയും കണക്കും ഇല്ലായിരുന്നുവെന്നും ഒടുവിൽ 2024 ഡിസംബർ അവസാനം പെട്ടെന്ന് സർജറി ചെയ്യുകയായിരുന്നെന്നും താരം പറയുന്നു.